അതിജീവിത KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവിനും അടക്കം ഒരു പരാതി കൊടുക്കുന്നു. സെക്കൻഡുകൾ കൊണ്ട് മറ്റ് മാധ്യമപ്രവർത്തകർക്ക് കൊടുത്തു, അതിനകത്ത് കോപ്പിയുള്ളൂ ഉണ്ട് എന്നുള്ളത് കൊണ്ട് വളരെ പെട്ടെന്ന് DGPക്ക് കൊടുക്കുന്നു. എന്നിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റും കൊണ്ട് അടിക്കുന്നു. അതാ നോക്കൂ, CPM ഇങ്ങനെ ഒരു പരാതി കിട്ടിയാൽ DGPക്ക് കൊടുത്തോ? അത് നിങ്ങളുടെ കൺട്രോൾ കമ്മീഷനിലേക്കല്ലേ പോയത്? അത് നിങ്ങൾ ഒരു പ്രത്യേക തീവ്രത അളക്കുന്ന കമ്മീഷൻ വന്നല്ലേ അളന്നത്? പകരം ഞങ്ങൾ അങ്ങനെയല്ലോ DGPക്ക് കൊടുത്തു എന്ന് പറഞ്ഞു. എന്നിട്ട് അതിൻ്റെ തൊട്ടു പിന്നാലെ ഇയാളെ പുറത്താക്കിയിരുന്നെങ്കിൽ ഇന്ന് ഈ പാർട്ടിക്ക് വേണ്ടി കൈയടിക്കാൻ അണികളുണ്ടാകുമായിരുന്നു. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം പോലും ഒരുപക്ഷെ ഇതാകുമായിരുന്നു. ആ പാർട്ടിക്ക് കിട്ടിയ ആദ്യത്തെ നടപടി അല്ല ആന്റോ കേസ്. അതിനകത്തെ കൗതുകകരമായ ഒരു കൗശലം കാണിച്ചത് പാർട്ടിക്ക് യഥാർത്ഥത്തിൽ ഈ 3/15 അല്ല രേഖാമൂലം കിട്ടിയത് 2025 നവംബർ മാസം 28 3:15 അതിജീവിത പ്രതിപക്ഷ നേതാവിൻ്റെയും KPCC അധ്യക്ഷൻ്റെയും മെയിലിലേക്ക് അയച്ചിട്ടുണ്ട്. അത് മറച്ചു വെച്ചുകൊണ്ടാണ് KPCC അധ്യക്ഷൻ പറയുന്നത് ഞങ്ങൾക്ക് ആദ്യമായി കിട്ടിയ രേഖയാണിത്. അല്ല, ആദ്യമായി കിട്ടിയ രേഖ നവംബർ 28 പോട്ടെ. പക്ഷേ ഇപ്പോൾ കിട്ടിയ ഒരു പരാതി, ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി എടുത്തിരുന്നെങ്കിൽ ഇന്ന് എന്തൊക്കെ വിഷയങ്ങളാണ് CPM-നെ പ്രതിരോധത്തിലാക്കാൻ ഉണ്ടായിരുന്നു നോക്കൂ. വാസുവിന് ജാമ്യം കിട്ടിയിട്ടില്ല. 60-65 ദിവസത്തെ അടുത്ത 6 ആഴ്ചത്തേക്ക് സമയം നീട്ടിക്കൊടുത്തിരിക്കുകയാണ് SITക്ക്. എല്ലാ ഭാഗവും അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ അമ്പലക്കള്ളന്മാർ കടക്ക് പുറത്തെന്ന് പറഞ്ഞുകൊണ്ടുള്ള ക്യാമ്പയിൻ തുടങ്ങിയ പാർട്ടിയല്ലേ. ഇന്ന് ആ പാർട്ടിക്ക് ആ വാർത്ത ഏതെങ്കിലും ഒരു ചാനൽ ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടോ?